അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അക്യുപിയാർ ഹസീന കക്കാടാണ്. സീനിയർ അക്യുപഞ്ചറിസ്റ്റ് ആണ്. പിന്നെ അക്യുപഞ്ചർ ചികിത്സാ മേഖലയിൽ ഒരുപാട് നാളായി സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. എന്താണ് വിശേഷം? അൽഹംദുലില്ലാഹ് സുഖാണ്. അക്യുപഞ്ചർ പഠിച്ചതിന് ശേഷം നല്ല മാറ്റങ്ങളാണ് ഉണ്ടായത്. എത്ര പറഞ്ഞാലും തീരാത്തത്ര മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു. അതെ, പല ആൾക്കാരും ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ അനുഭവം ഇങ്ങനെ ആളുകളോട് പറയാറുണ്ട്. അക്യുപഞ്ചർ പഠിച്ചതിന് ശേഷം പല ആളുകളും ഇതിലേക്ക് കടന്നു വന്നത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. അനുഭവങ്ങൾ ഉണ്ടായി എന്നാൽ ഇതൊന്ന് പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണ മറ്റു ചികിത്സകൾ നമ്മൾ അങ്ങനെ കാണാറില്ല അല്ലെ, പൊതുവെ. അതെ അതെ, അപ്പൊ എന്താണ് ഇതിലേക്ക് വരാനുണ്ടായ അനുഭവം അല്ലെങ്കിൽ പ്രചോദനം? വരാനുണ്ടായ കാരണം എന്റെ ഒരു ചികിത്സ തന്നെയാണ്. ഞാൻ 21 വയസ്സിൽ അപ്പൻഡിക്സിന്റെ ഒരു സർജറി കഴിഞ്ഞു. അപ്പൊ അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞപ്പോ നട്ടലിന് ഇഞ്ചക്ഷൻ ചെയ്യും. അതിനുശേഷം എനിക്ക് നട്ടലിന്റെ വേദന വിട്ടുമാറിയിട്ടേ ഇല്ല. അത് ആ ഇഞ്ചക്ഷനിലൂടെയാണ് വന്നത് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. 22 വർഷം ഞാൻ അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി. അലോപ്പതി, ഹോമിയോ, ആയുർവേദം എല്ലാം നടത്തി. പ്രസവശേഷം ഞാൻ സ്വന്തം എണീക്കൂല, ആരെങ്കിലും എണീപ്പിച്ചിട്ട് വേണം. പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കാൻ പറ്റൂല, ഒരാൾ എടുത്തു വെച്ചാലും. എന്തായാലും അൽഹംദുലില്ലാഹ് 4 മക്കളുണ്ടായി. അങ്ങനെ 22 വർഷം ചികിത്സക്ക് ശേഷം 23ാമത്തെ വർഷം ഞാൻ കിടപ്പിലായി. കിടപ്പിലായ സമയത്ത് MRI സ്കാനിങ് ചെയ്തിട്ട് പറഞ്ഞത് സിസ്റ്റ് ആണ്. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെയാണ്. അപ്പൊ ഇത് ക്യാൻസർ ആണോ സാറേ എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട്, നമ്മൾ ബയോപ്സി ചെയ്യണം, നട്ടലിന് സർജറി ചെയ്യണം പറഞ്ഞു. അന്നാണ് എനിക്ക് എന്റെ മനസ്സിലേക്ക് ഒരു വെളിച്ചം വന്നത്. ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം 22 വർഷത്തിന് എനിക്ക് കിട്ടിയ സമ്മാനാണ് ഈ ഒരു അവസ്ഥ. തീരെ നടക്കാൻ വയ്യ, അങ്ങനെ കയ്യും കാലും വെച്ചിട്ടാണ് നടക്കുന്ന ഒരവസ്ഥ ഉള്ളത്. അപ്പോ അന്ന് ഞാൻ വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി എനിക്ക് ചികിത്സ വേണ്ട, നട്ടല് സർജറി ചെയ്ത് ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കണില്ല. ഇനി ക്യാൻസർ ആണ് വിധിയെങ്കിൽ, അങ്ങനെ മരിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കുമല്ലോ, മരണത്തിന്റെ സമയം ഒരിക്കലും നീട്ടി വെക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് എന്റെ ഒരു അയൽവാസി വന്നിട്ട്, നിങ്ങൾ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചില്ലേ, നിങ്ങൾ അക്യുപഞ്ചർ ഒന്ന് ചെയ്യും. ഇപ്പൊ ഞാൻ മുമ്പ് വേറെ അക്യുപഞ്ചറുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലൊന്നും എനിക്ക് വലിയ റിസൾട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ സുഹൈബ് സാർ അടുത്ത് എത്തുന്നത്. അൽഹംദുലില്ലാഹ് 2 മാസം കൊണ്ട് എന്റെ നട്ടലിന്റെ വേദന പൂർണ്ണമായിട്ടും മാറി. പിന്നെ അത് മാത്രല്ല, ഞാൻ 74 കിലോ ഭാരം ഉണ്ടായിരുന്നു, വയറൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ 74 കിലോ ഭാരം എന്റെ ഹീലിങ്ങിന്റെ സമയത്ത് 52 കിലോയിലേക്ക് മാറി. ആ സമയത്ത് ഞാൻ 22 വർഷമായിട്ട് യൂറിൻ ഇൻഫെക്ഷന് ചികിത്സിച്ചതായിരുന്നു. അപ്പൊ സാറ് വെള്ളം കൂടി കുറക്കാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇത്രയും വർഷങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, വെള്ളം കുടിന്റെ കുറവ് കൊണ്ടാണ് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നതെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് അഡ്മിറ്റ്, പിന്നെ കൾച്ചർ ടെസ്റ്റ്, ഇങ്ങനെ പോയി 22 കൊല്ലം ജീവിതകാലം. ഈ നട്ടലിന്റെ പെയിന് മാറിയോടുകൂടി അക്യുപഞ്ചറിൽ വന്നതോടുകൂടി പിന്നെ യൂറിൻ ഇൻഫെക്ഷനും ഇല്ല. അതിനുശേഷം അൽഹംദുലില്ലാഹ് എന്റെ ബോഡി മൊത്തം ശരിയായി. അതുപോലെ വേറൊരു റിസൾട്ട് ഉണ്ടായതാണ്, എന്റെ കണ്ണട വെച്ചിരുന്നു. 17 വർഷക്കാലം കണ്ണട വെച്ചതാണ്. അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റി. പൂർണ്ണമായി മാറി ഞാൻ പറയണില്ല, ഇപ്പോഴും ചെറിയ എഴുത്തുകൾക്കൊക്കെ ഒന്ന് വെക്കും. ഇപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കണം. അപ്പൊ ഡ്രൈവിങ്ങിന് വേണ്ടി നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാലോ. അപ്പൊ അവര് പറഞ്ഞു കണ്ണ് നോർമലാണ്, ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ മറ്റുള്ള അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കും അക്യുപഞ്ചറിൽ. പക്ഷെ നമ്മളുടെ ഒരുപാട് പ്രയാസങ്ങൾ, ചിലപ്പോൾ ചികിത്സകനോട് പറയാത്ത പ്രയാസങ്ങൾ വരെ മാറുന്ന അനുഭവങ്ങൾ ആൾക്കാർ പറയാറുണ്ട് അല്ലെ? തീർച്ചയായും. ശരിക്കും ശാരീരികമായി എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒരു ചികിത്സ തന്നെ എടുക്കുമ്പോ തന്നെ അതെല്ലാം മൊത്തത്തിൽ മാറുന്നുണ്ട്. അതെ, ഞാൻ കണ്ണിന്റെ കാര്യം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ അവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഒരു ദിവസം ഖുർആൻ ഓതുമ്പോ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നേ. അപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ ഇത് സംഭവിച്ചത് വിചാരിച്ച് ഗ്ലാസ് എടുത്ത് നോക്കിയപ്പോ ഖുർആൻ ആയത്തുകളൊക്കെ തെളിച്ചത്തിൽ കാണണം. അങ്ങനെയാണ് കണ്ണിന്റെ ഒരു റിസൾട്ട് എനിക്ക് വന്നത്. ഇതുപോലെ തന്നെ എന്റെ വല്യപ്പാക്കും ഇതുപോലെ അനുഭവം ഉണ്ടായി. 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ സ്ഥിരമായിട്ട് വർഷങ്ങളായി കണ്ണട വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓതുന്നതൊക്കെ. അപ്പൊ പ്രായമായതിന്റെ ബുദ്ധിമുട്ടുകള്, കൈവേദന, മേൽവേദന, അതിനൊക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോ
റൂമിലിരുന്നിട്ട് എന്താണ് ഖുർആൻ ഇങ്ങനെ കണ്ണടില്ലാണ്ട് ഓതുന്നത്. നമ്മളെല്ലാരും അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കി. അപ്പോഴാണ് ഇതുപോലെ അനുഭവമുള്ള ഒരുപാട് ആളുകൾ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിൽ ഉണ്ട് എന്ന് പിന്നെ പല ചികിത്സകരോടും സംസാരിച്ചപ്പോ മനസ്സിലായത്. വല്ലാത്തൊരു അനുഗ്രഹമാണ് അല്ലെ? വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതെ 17 വർഷം നല്ല സോഡാ കുപ്പി പോലത്തെ ഗ്ലാസ് ആണ് ഞാൻ വെച്ചത്. അതെ ഓരോ 6 മാസത്തിലും കണ്ണ് ടെസ്റ്റ് ചെയ്യും, അതിലും പവറുള്ള ഗ്ലാസ് കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ കണ്ണടല്ലാതെ ജീവിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. വിചാരിച്ചു. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ 4-5 വർഷമായിട്ട് ഞാൻ തീരെ ഉപയോഗിക്കണില്ല എന്ന് പറയില്ല. ഒരുപാട് മൊബൈൽ വായിക്കാൻ ഉപയോഗിക്കും, കൂടുതൽ വായിക്കാൻ ഉപയോഗിക്കും, എന്നാലും ഫുൾ ടൈം വെക്കുന്ന അവസ്ഥയിലല്ല. അവസ്ഥയില് പലപ്പോഴും മരുന്നുകൾ ഒഴിവാക്കുമ്പോ തന്നെ കാഴ്ചയിൽ നല്ല മാറ്റം വരുന്നുണ്ട് അല്ലെ? ഓക്കെ, പ്രത്യേകിച്ച് ഈ ഷുഗറിന്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് ആ തീർച്ചയായും മെഡിസിൻ ഒഴിവാക്കുമ്പോ തന്നെ ഒരുപാട് മാറ്റമുണ്ട് അല്ലെ? തീർച്ചയായും ശരിക്കും മെഡിസിനുകളൊക്കെ നമ്മുടെ പ്രതിരോധത്തെയും ഇതുപോലുള്ള നമ്മുടെ കാഴ്ച, അതുപോലുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അതിനൊക്കെ ബാധിക്കുന്നുണ്ടാവും ഇല്ലേ? ഈ ട്രീറ്റ്മെന്റ് ലെവലിൽ പോകുമ്പോ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ട്രീറ്റ്മെന്റ് ലെവലിൽ പോകുമ്പോൾ ഒരുപാട് പേര് എന്റെ പേഷ്യൻസ് കണ്ണിന് കാഴ്ച വന്ന റിസൾട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അത്ഭുതത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവര് പറഞ്ഞ ഞങ്ങൾ കണ്ണിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നു. അൽഹംദുലില്ലാ, അള്ളാഹു കൊടുക്കുന്ന ഒരു റിസൾട്ടാണ്. അവരെ അത്രയും മെഡിസിൻ നിർത്തി ആ ടോക്സിനൊക്കെ ശരീരം ക്യൂർ ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. തീർച്ചയായും. ഇപ്പൊ ആളുകൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുമല്ലോ, അതെ, പലപ്പോഴും ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം പിന്നെ അല്ലെങ്കിൽ മരുന്നുകൾ ഒഴിവാക്കിയതിന് ശേഷം വല്ലാതെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട്, കടുത്ത പനി, മേലുവേദന, ഇങ്ങനെയുള്ള കുറെ പ്രയാസങ്ങൾ പറയാറുണ്ട് ഇല്ലേ? തീർച്ചയായും ശരിക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഷുഹൈബ് സാർ അടുത്ത് പോകുമ്പോ ഷുഹൈബ് സാറിനോട് വെള്ളം കുടിക്കാതെ നോമ്പ് പോലെ വിചാരിക്കാൻ പറഞ്ഞു. അത്രയും വെള്ളം ഒഴിവാക്കണം. അന്ന് ഞാൻ സാറോട് പറഞ്ഞത്, സാറേ വെള്ളം ഒഴിവാക്കി എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരും, 2 ദിവസം നോമ്പെടുത്താൽ പിന്നെ ഞാൻ പനിച്ച് കിടക്കണം, എങ്ങനെ ഞാൻ വെള്ളം ഒഴിവാക്കാം? അപ്പൊ സാറ് പറഞ്ഞു, അങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ വിളിക്കണം. ഇപ്പൊ 4-5 വർഷത്തോളായിട്ട് ഇന്ന് വരെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ടില്ല. പിന്നെ അത് മാത്രല്ല, ഈ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം എനിക്ക് കടുത്ത പനി വന്നു. പനി വന്നപ്പോ സാറ് വിളിച്ചപ്പോ പനിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരവസ്ഥ, ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു, തൊണ്ടയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര ഭയപ്പാടുണ്ട്. കാരണം നമ്മൾ അക്യുപഞ്ചർ പഠിച്ചിട്ടില്ലല്ലോ, അന്ന് പഠിച്ചിട്ടില്ല. അത് ഭയത്തോടെയാണ് കാണുന്നത്, കൊറോണന്റെ ടൈമാണ്. അപ്പൊ അന്ന് സാറോട് ഞാൻ പറഞ്ഞപ്പോ സാറ് പറഞ്ഞത്, നിങ്ങളൊന്നും ഫുഡ് കഴിക്കരുത്, 1/2 ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിട്ട് പൂർണ്ണ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ 2 ആഴ്ച കാലം ഞാൻ 1/2 ഗ്ലാസ് വെള്ളേ കുടിച്ചിട്ടുള്ളൂ. പിന്നെ 1-2 തവണ തേനും നാരങ്ങാനീരും കുടിച്ചൊരു ഓർമ്മയും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ 2 ആഴ്ച കാലത്തിന് ശേഷം ഞാൻ ശരീരം വളരെ വീക്കാവുന്നാണ് എല്ലാരും പ്രതീക്ഷിച്ച്. പക്ഷെ പൂർവാധികം ശക്തിയോടെ നല്ല എനർജിയോട് കൂടെയാണ് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങിയത്. പലപ്പോഴും ആളുകളോട് ഭക്ഷണം ഒഴിവാക്കാൻ പറയുമ്പോൾ അവർക്ക് വല്ലാത്ത ഇടങ്ങേറാണ്. ശരിക്കും ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം കഴിച്ചാൽ 2 അവസ്ഥകളുണ്ട്. ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം കിട്ടുന്ന അവസ്ഥയുണ്ട്, ഭക്ഷണം കഴിച്ചാൽ ക്ഷീണത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ട് അല്ലേ? ശരിക്കും ഇത് കണ്ടറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് ആശ്വാസമാണ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, 5 സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സർജറികൾ, അപ്പൻഡിക്സ്, ടോൺസിലൈറ്റിസ്, സിസേറിയൻ, പിന്നെ വേറെ ട്യൂമർ ഉണ്ടായിട്ട് അതിന് ചെയ്തിട്ടുണ്ട്. ഇത്രയും മരുന്നുകളൊക്കെയാണ് എന്റെ ശരീരത്തെ ഇങ്ങനെ നശിപ്പിച്ച് ഇത്രയും വെയിറ്റ് കൂടിയതും വയറ് കൂടിയതൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ. പക്ഷെ അതൊക്കെ പിന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ടായി, പലരും പറയായിരുന്നു ഈ ടോൺസിലൈറ്റിസിന്റെ സർജറി കഴിഞ്ഞോട് പിന്നെ എന്നും അലർജി ആയിരുന്നു, ഈ അലർജി നീ വിട്ടു മാറൂല, അത് അവിടുന്ന് നഷ്ടപ്പെട്ടു പോയില്ലേന്ന് നമ്മള് ആയുർവേദക്കാരൊക്കെ കാണിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞതും ഒരു ആയുർവേദ ഡോക്ടറിനോട് പറഞ്ഞത്, അത് നമ്മളെ ദഹനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്, അത് പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഈ ഗ്യാസും ഭക്ഷണം ദഹിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ അതൊക്കെ എനിക്ക് ഫുള്ളായിട്ട് ഹീലിംഗ് ആയി. ഇപ്പൊ എനിക്ക് ഒരു അലർജി ഇല്ല, ഭക്ഷണം ദഹിക്കായികല്ല, ഒരു ആരോഗ്യ പ്രശ്നമല്ല. 21 വയസ്സിൽ നട്ടലിന് പ്രശ്നമായ മുതൽ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റാത്തത്, ഇപ്പൊ ഞാൻ ഈ 48 വയസ്സിലാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോണത്. ഇതുവരെ എനിക്ക് നട്ടലിന് എവിടൊക്കെ പെയിന് വന്നാലും നട്ടലിന് ഇതുവരെ പെയിൻ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളാണ് അല്ലെ ഇതിലേക്ക് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത് അല്ലേ? ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. പുറമെന്ന് നോക്കുമ്പോ ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു തള്ളു പറയണമെന്ന് വിചാരിക്കും. അതെ അതെ. പക്ഷെ നമ്മളെ
അടുത്തറിയുന്ന അതെ. വീട്ടിലുള്ള കുടുംബക്കാര് സമൂഹമൊക്കെ നമ്മൾ അതെ. അറിയുന്ന ആൾക്കാരല്ലേ. സമൂഹം എന്നോട് പറയുന്നുണ്ട് നിങ്ങളെ ആണോ മുമ്പത്തെ അസീൻ തന്നെയാണത് എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ തള്ളുന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അതെ കാരണം കുടുംബക്കാർക്ക് അറിയാം, അതെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക്, നമ്മുടെ തീർച്ചയായും. സമൂഹത്തില് അല്ലെ ഈ മാറ്റമൊക്കെ നേരിട്ട് കണ്ട ആൾക്കാരാ. തീർച്ചയായും. പക്ഷേ രോഗഭയം ആളുകളെ വല്ലാതെ അല്ലെ അതിനടിമപ്പെട്ടു പോയിട്ടുണ്ട്. ഈ തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം അല്ലെ. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് എല്ലാരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അള്ളാഹു ഇത് എല്ലാവർക്കും ഈ സത്യം പിന്നെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ അതെ എല്ലാവർക്കും സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.